അതുകൊണ്ടാണ് ഭൂരിഭാഗം പേർക്കും നോമ്പെടുക്കുന്ന സമയത്ത് ബോഡിക്ക് നല്ല ലൈറ്റ് ആയിട്ടുള്ള ഫീലിംഗ്, ചിന്തകൾക്കും കാഴ്ചയ്ക്കും കേൾവിശക്തിക്കും ഒക്കെ കൂടുതൽ ക്ലാരിറ്റി, ഫോക്കസ് എല്ലാം ഫീൽ ചെയ്യുന്നത്. ഇറ്റ്സ് മീ സാബിറ. വെൽക്കം ടു ഡേയ്സ് 8 ഓഫ് 30 ഡേയ്സ് ഗാസ്ട്രിക് സീരീസ്. തുടർച്ചയായി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഇൻസുലിന്റെ അളവ് എപ്പോഴും ഹൈ ആയിരിക്കും. എന്നാൽ നോമ്പെടുക്കുന്ന സമയത്തോ ഇൻസുലിൻ കുറയും, ബോഡി ഫാറ്റ് ഈസി ആയിട്ട് ബേൺ ചെയ്ത് തുടങ്ങും. സോ ഡയബറ്റിക് റിസ്ക് കുറയാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. നമ്മുടെ ശരീരത്തിൽ എനർജി ആവശ്യമുള്ളപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കും. ആ സമയത്ത് ആ ഗ്ലൂക്കോസ് ബേൺ ചെയ്ത് നമുക്ക് എനർജി ലഭിക്കും. എന്നാൽ നോമ്പെടുക്കുന്ന സമയത്തോ നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, നമ്മുടെ ശരീരത്തിലെ ലിവറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജൻ ബേൺ ചെയ്ത് നമുക്ക് എനർജി ഉണ്ടാവും. അത് തീർന്നാൽ ഫാറ്റ് ബേൺ ചെയ്ത് നമുക്ക് കീറ്റോൺസ് എനർജി കിട്ടും. അപ്പൊ നമ്മുടെ ബ്രെയിനിന് ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഫ്യൂവൽ ലഭിക്കും. ഇത് നമ്മുടെ ശരീരത്തിലുള്ള ബോഡിയുടെ ഫങ്ഷൻസ് ഒക്കെ സ്മൂത്ത് ആയിട്ടും പവർ ആയിട്ടും റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് നോമ്പെടുക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ക്ലാരിറ്റി, ഫോക്കസ്, അതുപോലെ ലൈറ്റ് ആയിട്ടുള്ള ഫീലിങ്ങും എല്ലാം ഫീൽ ചെയ്യുന്നു. എന്നാൽ നോമ്പ് തുറക്കുന്ന സമയത്ത് ഭക്ഷണ രീതി ശരിയല്ലെങ്കിൽ ശരീരത്തിനെ പ്രതികൂലമായിട്ട് ഇത് ബാധിക്കും. നോമ്പ് തുറന്ന ഉടനെ തന്നെ പത്തിരി ഇറച്ചി കഴിക്കുക, ബിരിയാണി കഴിക്കുക, മന്തി കഴിക്കുക, ഇതൊക്കെ ഒരു കോമൺ മിസ്റ്റേക്ക് ആണ്. അങ്ങനെ ചെയ്യുന്നതിന് പകരം ഒരു 10 to 15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഹെവി ഫുഡ് കഴിക്കാവൂ. 10 to 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറയണതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഈത്തപ്പഴമാണ്. ഫാസ്റ്റിങ്ങിന് ശേഷം നമ്മുടെ ബ്ലഡ് ഷുഗർ ഭയങ്കര ലോ ആയിരിക്കും. ഈ സമയത്ത് നമ്മൾ ഡേറ്റ്സ് കഴിക്കുമ്പോൾ ഡേറ്റ്സിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലൂക്കോസ് ബോഡി അബ്സോർബ് ചെയ്യുകയും ലിവറിന് ഇൻസ്റ്റന്റ് എനർജി ലഭിക്കുകയും ചെയ്യും. ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുമ്പോൾ 2-3 ഈത്തപ്പഴവും വെള്ളവും കുടിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. വെള്ളം കുടിക്കുമ്പോൾ കുറച്ചു നേരം വായിൽ ഹോൾഡ് ചെയ്ത് സ്ലിപ്പായിട്ട് കുടിക്കുന്നതാണ് കൂടുതൽ ബെസ്റ്റ്. നോമ്പ് തുറന്ന ഉടനെ തന്നെ പത്തിരി ഇറച്ചി കഴിക്കുക, ബിരിയാണി കഴിക്കുക, മന്തി കഴിക്കുക, ഇതൊക്കെ ഒരു കോമൺ മിസ്റ്റേക്ക് ആണ്. അങ്ങനെ ചെയ്യുന്നതിന് പകരം ഒരു 10 to 15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഹെവി ഫുഡ് കഴിക്കാവൂ. 10 to 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറയണതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, പലരും വിചാരിക്കുക ഇന്നൊന്നും ഞാൻ കഴിച്ചിട്ടില്ലല്ലോ, അപ്പൊ ഇപ്പൊ കൂടുതൽ കഴിക്കണം എന്നായിരിക്കും. നോമ്പെടുക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയും ഡൈജഷനും എല്ലാം റെസ്റ്റിംഗ് മോഡിലാണ്. ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്തതിനു ശേഷം ഒരു 10 to 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ ഡൈജഷൻ മോഡ് ഓൺ ആക്കാൻ വേണ്ടിയിട്ടാണ്. നോമ്പെടുക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഗ്യാസ്ട്രിക് ആസിഡ് സെക്രേഷൻ കുറയും, ഡൈജഷൻ എൻസൈംസ് കുറയും, സ്റ്റൊമക്കിന്റെ മോർട്ടാലിറ്റി അതായത് മൂവ്മെന്റ് സ്ലോ ആയിരിക്കും. ഫാസ്റ്റിംഗ് ടൈമിൽ സ്റ്റൊമക്ക് ഒരു സ്ലീപ്പിംഗ് മോഡിലായിരിക്കും. ഉടനെ തന്നെ നമ്മൾ ഹെവി ഫുഡ് കഴിച്ചാലോ ആസിഡ് ഇംബാലൻസ്, ഹെവിനെസ്, ബ്ലോട്ടിങ്, ഗ്യാസ്, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ നമ്മുടെ ബോഡിയിലുണ്ട്. ഫുഡ് കഴിച്ച് 1 മണിക്കൂർ ആവുമ്പോഴേക്കും വയറൊക്കെ വീർത്തിട്ട് ഉറക്കം വരും. വയറൊക്കെ വീർത്തിരിക്കുന്ന ഹെവിനെസ് നല്ല ഫീൽ ചെയ്യും. ബോഡി പ്രിപ്പയർ അല്ലാത്ത സമയത്ത് ഹെവി ഫുഡ് കൊടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. എന്നാൽ നമ്മൾ ഈത്തപ്പഴം വെള്ളം കൊണ്ട് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്ത് ഒരു 10 to 15 മിനിറ്റിന് ശേഷം ഹെവി ഫുഡ് കഴിച്ചാലോ, നമ്മുടെ ലിവർ ഫസ്റ്റ് ഗ്ലൂക്കോസ് റിസീവ് ചെയ്യും, നമ്മുടെ ബ്രെയിൻ സിഗ്നൽ സ്റ്റേബിൾ ആവും, അതുപോലെ ഇൻസുലിൻ ഒക്കെ സ്മൂത്ത് ആയിട്ട് റൈസ് ആവുകയും ചെയ്യും.